രാത്രി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടായിരുന്നു നല്ല ഉറക്കത്തിലായിരുന്ന റയാൻ കണ്ണുകൾ വലിച്ചു തുറന്നത്. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ തന്റെ നെഞ്ചിലേക്ക് ഒട്ടിക്കിടന്നുറങ്ങുന്ന ആമിയെ ഒന്ന് തഴുകിയിട്ട് അവൻ കൈനീട്ടി ഫോൺ കയ്യിലെടുത്തു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ജോയലിന്റെ പേര് കണ്ടതും അവൻ മുഖം ചുളിച്ചുകൊണ്ട് അവൻ ഈ നേരത്തെ എന്തിനാകും വിളിക്കുന്നതെന്ന ചിന്തയോടെയായിരുന്നു കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ ഇച്ചേ, ഞാനാ ജോയൽ. ഓ മനസ്സിലായടാ, നീ എന്നതാ ഈ നേരത്ത്? നേരം പാതിരായല്ലോ. അത് പിന്നെ ഇച്ചായ, ക്രിസ്റ്റി വീണ്ടും ഒരു പ്രശ്നത്തിൽ പെട്ടേക്കുവാ. എന്നാടാ കാര്യം? അവള് വീണ്ടും വല്ല കയ്യബദ്ധവും കാണിച്ചോ? ജോയലിന്റെ നാവിൽ നിന്ന് ക്രിസ്റ്റിയുടെ പേര് കേട്ടതും റയാന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് അത്തരത്തിൽ ഒരു ചിന്തയായിരുന്നു. അതൊന്നുമല്ല ഇച്ചായ, പക്ഷേ കാര്യം അതുമായി ബന്ധപ്പെട്ടത് തന്നെയാ. ക്രിസ്റ്റി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതൊക്കെ അവളുടെ മഠത്തിൽ അറിഞ്ഞു. അവിടെ അതാകെ പ്രശ്നമായേക്കുവാ. അവിടെ താമസിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പ്രശ്നമുണ്ടായാൽ അത് മഠത്തിന്റെ പേര് ചീത്തയാകാനിടയാകുമെന്നൊക്കെയാ അവര് പറയുന്നത്. അതിനിപ്പോ എന്നാ വേണമെന്നാ? അവളെ ഇനി മഠത്തിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ല പോലും. നാളെ തന്നെ ചെന്ന് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോരണമെന്ന് പറഞ്ഞൊറ്റക്കാലിൽ നിൽപ്പാ സിസ്റ്റർമാരെല്ലാം കൂടി. അതറിഞ്ഞത് മുതൽ അവൾ ഹോസ്റ്റലിൽ നിന്ന് കരച്ചിലെന്നും പറഞ്ഞ് ചഞ്ചലിപ്പോൾ എന്നെ വിളിച്ചു. എല്ലാം കുരിശാണല്ലോ കർത്താവേ. ജോയൽ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞതും പിറുപിറുത്തുകൊണ്ട് റയാൻ ബെഡിൽ നിന്നും എണീക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ നെഞ്ചിൽ പറ്റിക്കിടക്കുകയായിരുന്ന ആമിയൊരു മുരൾച്ചയോടെ ഒന്നുകൂടി അവനോടൊട്ടി. ആ അവസ്ഥയിലും അവളുടെ പ്രവൃത്തിയിൽ റയാനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ മെല്ലെ അടർത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് പതിയെ എണീറ്റ് മുറിക്ക് പുറത്തേക്കിറങ്ങി. ഇനിയിപ്പോ എന്നാ ചെയ്യും ഇച്ചായ? ഞാൻ ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇടപെടാൻ പോയാൽ അവൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ പിന്നെ ഇച്ചായനെ വിളിച്ചത്. ജോയൽ ആശങ്കയും വെപ്രാളവും ഒക്കെ കൂടിച്ചേർന്ന മട്ടിൽ ചോദിച്ചു. ഞാൻ ഡാഡിയോടൊന്ന് സംസാരിക്കട്ടെ. എന്നാലും നേരം വെളുക്കാതെ ഒന്നും പറ്റത്തില്ലല്ലോ. നമുക്ക് നോക്കാടാ. ഏതായാലും നിന്റെ പെണ്ണിനെ നമ്മൾ കൈവിടത്തില്ല. നീ സമാധാനമായിട്ടിരിക്കുക. ജോയലിനെ സമാധാനിപ്പിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമെന്നോ എങ്ങനെ ചെയ്യുമെന്നോ ഉള്ള കാര്യത്തിൽ റയാനൊരു രൂപവും ഉണ്ടായിരുന്നില്ല. അവൻ ഫോൺ ട്രാക്ക് പാൻറിന്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് കൈകൾ കൂട്ടിത്തിരുമ്മി ബാൽക്കണി റെയിലിങ്ങിൽ ചാരി നിന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റും നിരന്നു കഴിഞ്ഞപ്പോഴായിരുന്നു റയാൻ താഴേക്ക് വന്നത്. ഓ, ഇങ്ങനെ ഒരു സാധനം! രാവിലെ എണീറ്റ് പല്ല് പോലും തേക്കാതെ വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലയോ? എല്ലാവർക്കും ഒപ്പം ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആമിയെ ചൊറിയാൻ വേണ്ടി റോണ പറയുന്നത് കേട്ടതും റയാന്റെ നോട്ടവും അവളിലേക്ക് നീണ്ടു. രാത്രി ഇട്ടോണ്ട് കിടന്ന ടീഷർട്ടും പാൻറ്റും തന്നെയായിരുന്നു അപ്പോഴും അവളുടെ വേഷം. മുടിയെല്ലാം കൂടി നെറുകയിൽ വാരി റാബിട്ട് വെച്ചിരുന്നു. ഓടി പട്ടി, ഞാൻ പല്ലൊക്കെ തേച്ചു. കുളിച്ചില്ലെന്നേ ഉള്ളൂ. ഉവ്വ, അത് പല്ലി കണ്ടാലും പറയും. ഓ, ഞാനങ്ങ് സഹിച്ചു. വേണേ തിന്നിട്ടെണീറ്റ് പോടി. കഴിപ്പിനിടയിൽ തന്നെ കൊച്ചുകുട്ടികളെ പോലെയുള്ള ഇരുവരുടെയും വാക്പോര് കണ്ടും കേട്ടും വരുന്നവരുടെ എല്ലാം മുഖത്തൊരു കുഞ്ഞു ചിരിയായിരുന്നുവെങ്കിലും റയാന് മാത്രം ചിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവന്റെ മനസ്സിലപ്പോൾ തെളിഞ്ഞു വന്നത് ക്രിസ്റ്റിയുടെ മുഖമായിരുന്നു. ഏകദേശം ഇവരുടെയൊക്കെ പ്രായം തന്നെയാണ് അവളും. പക്ഷേ ഈ പ്രായത്തിനിടയ്ക്ക് എന്തോരം വേദന അനുഭവിച്ചു കാണും ആ പാവം പെൺകുട്ടിയെന്നോർക്കെ അവന്റെ ഉള്ളൊന്നു പിടഞ്ഞു. നീ എന്നാടാ അവിടെ നിൽക്കുന്നേ? വന്നിരുന്ന് കഴിച്ചേ. എന്തോ ആലോചനയിൽ മുഴുകി നിൽക്കുന്ന റയാനെ കണ്ട് റൂബി വിളിച്ചപ്പോഴായിരുന്നു അവൻ അങ്ങോട്ട് ചെന്നത്. ആ, ഫസ്റ്റ് ഭാര്യ തന്നെ. കെട്ടിയോൻ തിന്നോ കുടിച്ചോ എന്നൊന്നും അറിയണ്ട. ആദ്യം കയറിയിരുന്ന് വെട്ടു തുടങ്ങി. റയാൻ കഴിക്കാൻ വന്നിരുന്നതും റോണ വീണ്ടും ആമിയെ ചൊറിയാൻ തുടങ്ങി. ഓ, ഈ ഉത്സാഹമൊക്കെ കുലസ്ത്രീ ഭാര്യയാകുമ്പോഴും കണ്ടേച്ചാൽ മതി. നീ എന്നാ പറച്ചിലാടി ആമി? ഇവളേതായാലും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവിടുത്തെ പിശാച് പിടിച്ച വല്യമ്മച്ചി ഇവളെ കൊണ്ട് എണ്ണ വരപ്പിക്കും. ജെസ്സി കൂടി ആമിക്ക് സപ്പോർട്ടായി എത്തിയതും റോണ വാല് മുറിഞ്ഞതുപോലെ ചുണ്ട് ചുളുക്കി ചേട്ടത്തിമാരെ ഇരുവരെയും നോക്കി. ഓ, ചേട്ടത്തിയും ഇപ്പോൾ കാല് മാറിയല്ലേ? ആ, മതി മതി. മൂന്നും കൂടി തല്ലിപിടുത്തം നിർത്തി മര്യാദയ്ക്ക് കഴിച്ചെണിച്ച് പൊയ്ക്കോ. ഇല്ലേ മൂന്നിനും വാങ്ങിക്കും ഇപ്പോൾ, പറഞ്ഞേക്കാം. റൂബിയുടെ അന്ത്യശാസനം എത്തിയതും മൂന്നാളും കളിയും ചിരിയുമൊക്കെ അടക്കിയിരുന്നു കഴിക്കാൻ തുടങ്ങി. ഡാഡി? ഗൗരവത്തിലുള്ള റയാന്റെ വിളി കേട്ടതും പോളിനൊപ്പം മറ്റുള്ളവരും തലയുയർത്തി അവനെ നോക്കി. എന്നാടാ? ഒരു പ്രശ്നമുണ്ട് ഡാഡി. നീ കാര്യം പറയടാ. അത് പിന്നെ ആ കൊച്ചില്ലേ ക്രിസ്റ്റി, അത് ചാകാൻ നോക്കിയതൊക്കെ അതിന്റെ മഠത്തിൽ അറിഞ്ഞു. അതോടെ അവരുടെ മാനമിടിഞ്ഞു വീണെന്നും പറഞ്ഞ് കന്യാസ്ത്രീകളെല്ലാം കൂടി ഇളയേക്കുക. അവളെ ഇനി അവിടെ നിർത്താൻ പറ്റത്തില്ല പോലും. റയാൻ പറഞ്ഞത് കേട്ടതും അതുവരെ ചിരിയും കളിയും നിറഞ്ഞു നിന്നിരുന്ന ആ അകത്തളം ശോകമുഖമായി. എല്ലാവരും വല്ലായ്മയോടെ പരസ്പരം നോക്കി. ഇനിയിപ്പോ എന്നാ ചെയ്യും? റൂബി വിഷണ്ണയായി ചോദിച്ചു. അത് തന്നെയാ ഞാനും ഓർക്കുന്നത്. കോളേജ് ഹോസ്റ്റൽ സ്ഥിരമായൊരു ഷെൽട്ടറൊന്നുമല്ലല്ലോ. അതിനിത്രയും ആലോചിക്കാൻ എന്നാടാ കൊച്ചേ? ഇവിടെ ഇത്രയും വലിയൊരു വീട് കിടക്കുമല്ലേ. ആ കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കോ. ഈ പിള്ളേരുടെ കൂടെ ആകുമ്പോൾ അതിന്റെ ഇപ്പോഴത്തെ മൈൻഡും അങ്ങ് മാറിക്കോളും. ആമി മോളുടെ കൂടെ കോളേജിലും പോകാമല്ലോ. ഒട്ടും ആലോചിക്കാൻ നിൽക്കാതെ പോളിന്റെ വർത്തമാനം കേട്ടതും
എല്ലാവരും അത്ഭുതത്തോടെ ആ മുഖത്തേക്ക് നോക്കിപ്പോയിരുന്നു. എന്താടോ, അതിലെന്തേലും അരുതായികയുണ്ടോ? പോൾ റൂബിയെ നോക്കി. എന്നാ അരുതായിക? നമ്മുടെ പിള്ളേരെ പോലെയല്ലേ ഏച്ചായ? പിന്നെ ആരുമില്ലാത്ത അതിനൊരു തുണയായാൽ കർത്താവ് കാക്കത്തേയുള്ളൂ. ആ, പിന്നെന്നാ വേണം? നിങ്ങൾക്കാർക്കേലും എതിർപ്പുണ്ടോ പിള്ളേരെ? ഞങ്ങൾക്കെന്നെ എതിർപ്പാടാടി. ആരോരുമില്ലാത്ത ഒരു പെങ്കൊച്ചിനും കൂടി ഉണ്ണാനും ഉടുക്കാനും കൊടുത്തെന്ന് കരുതി നമ്മളേതായാലും പട്ടിണിയാങ്ങാനൊന്നും പോകുന്നില്ല. പിന്നെ ഇവിടെ ആർക്കെന്നാ കുഴപ്പം? റോബിന്റെ സമ്മതം കൂടി കിട്ടിയതോടെ പോൾ പുഞ്ചിരിയോടെ റയാനെ നോക്കി. അവനും അതുവരെ ഉള്ളിൽ പേറിക്കൊണ്ടിരുന്നൊരു ഭാരമിറക്കി വെച്ച മട്ടിലിരിക്കുകയായിരുന്നു. വൈകുന്നേരം ക്രിസ്റ്റി കോളേജ് വിട്ട് വരുമ്പോൾ പതിവില്ലാത്ത ഹോസ്റ്റൽ മുറിറ്റത്തെ ചെമ്പകത്തിന്റെ ചുവട്ടിൽ ഒരു കാർ നിർത്തിയിട്ടിരുന്നു. പക്ഷേ അവിടെയുള്ള ആരുടെയെങ്കിലും വിസിറ്റർ ആകുമെന്ന് കരുതി ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ അവൾ അകത്തേക്ക് നടന്നു. പക്ഷേ പെടുന്നനെ ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് അവൾ അവിടെ തന്നെ നിന്നു. കാറിൽ നിന്നിറങ്ങിയ റയാനെ കണ്ടപ്പോൾ തന്നെ തന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുള്ള വരവാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾക്കൊരു വല്ലായ്മ തോന്നിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ഒറ്റയ്ക്കേ ഉള്ളോ? റയാൻ വെറുതെ ചോദിച്ചതും അവൾ പതിയെ പുഞ്ചിരിച്ചു. ചഞ്ചൽ വീട്ടിലോട്ടാ പോവുക. മഠത്തിലെ കാര്യമൊക്കെ അറിഞ്ഞു. ചേട്ടായിയുടെ ഈ വരവ് കണ്ടപ്പോൾ തന്നെ ഞാനത് ഊഹിച്ചതാ. സാരമില്ല ചേട്ടായി, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ ഇനിയും ഞാൻ ജീവിക്കും. ഏതായാലും ഒരിക്കൽ പറ്റിയ തെറ്റ് ആവർത്തിക്കാനും പോണില്ല. ആ തീരുമാനമൊക്കെ നല്ലതാ. പിന്നെ ഞാനൊറ്റയ്ക്കല്ല വന്നത്, എൻ്റെ കൂടെ ഡാഡിയും അമ്മയും ഉണ്ട്. റയാൻ പറഞ്ഞതും ക്രിസ്റ്റി അതെന്തിനാണെന്ന മട്ടിൽ അന്തം വിട്ടവൻ്റെ മുഖത്തേക്കും പിന്നീട് കാറിലേക്കും നോക്കി. അപ്പോഴേക്കും കാറിൽ നിന്ന് പോളും റൂബിയും പുറത്തേക്കിറങ്ങി. ഇരുവരുടെയും മുഖത്ത് വാത്സല്യം നിറഞ്ഞ് പുഞ്ചിരിയായിരുന്നുവെങ്കിലും ക്രിസ്റ്റിക്ക് എന്തുകൊണ്ടോ അവരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മുഖം കുനിഞ്ഞു പോയിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേ മോളെ ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവനാ സമ്മതിക്കാഞ്ഞത്. എല്ലാവരും കൂടി വന്ന് മോളെ സങ്കടപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. അരികിലേക്ക് വന്ന് തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്ന റൂബിയെ കാണെ ക്രിസ്റ്റി വരുത്തി കൂട്ടിയൊന്ന് ചിരിച്ചു. മോളെയൊന്നും അവനെ പോലൊരു ദുഷ്ടന് വിധിച്ചിട്ടില്ല കുഞ്ഞെ. ഞാൻ വയറിനിടം കൊടുത്തതാ. പക്ഷേ എനിക്കും ഒരു പെൺകുഞ്ഞുണ്ട്. അതുകൊണ്ട് പറയുക, ഇനിയൊന്നും ഓർക്കുക പോലും ചെയ്യല്ലേ മോളെ. ഇടറിയ സ്വരത്തിൽ പറയുന്ന ആ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്റ്റിയുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകിയിരുന്നു. മതി മോളെ കരഞ്ഞത്. നിനക്ക് എന്നാത്തിന്റെ കേടാ റൂബി? ചുമ്മാ കൊച്ചിനെ കരയിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറയാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ക്രിസ്റ്റിയുടെ നെറുകയിലൊന്ന് തലോടിയിട്ട് റൂബിക്ക് നേരെ ഒരു ശാസന സ്വരത്തിൽ പോൾ ചോദിച്ചു. ഞാൻ പിന്നെ വേണോന്ന് വെച്ചിട്ടല്ല ഇച്ചായ. പോട്ടെ മോളെ, ഇനിയൊന്നും ഓർക്കണ്ട. നമ്മളിപ്പോൾ വന്നത് അതിനൊന്നുമല്ല. കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞറിഞ്ഞു. മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. മോളിനി മഠത്തിലോട്ടൊന്നും പോകണ്ട. നമുക്ക് വീട്ടിലോട്ട് പോകാം. മോൾക്കവിടെ താമസിക്കാം. പഠിത്തത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം. ഒറ്റ ശ്വാസത്തിൽ റൂബി പറഞ്ഞത് കേട്ടതും അതുവരെ മുഖം കുനിച്ചു നിന്ന ക്രിസ്റ്റി ഞെട്ടലോടെ മുഖമുയർത്തി അവരെ മൂവരെയും നോക്കി. അയ്യോ ആൻറ്റി, അതൊന്നും ശരിയാവില്ല. എനിക്കതൊന്നും ക്രിസ്റ്റി വെപ്രാളത്തോടെ പറഞ്ഞു. നാണക്കേടൊന്നും വിചാരിക്കണ്ട മോളെ. ഞങ്ങൾ നിന്നെ വിളിച്ചത് ഞങ്ങളുടെ ഔദാര്യത്തിൽ ജീവിക്കാനല്ല. നേർത്ത ചിരിയോടെ പോൾ പറഞ്ഞതും അവൾ മനസ്സിലാക്കാത്തതുപോലെ റയാനെ നോക്കി. അത് വേറൊന്നുമല്ല കൊച്ചെ. നിനക്കവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാം. പിന്നെ നിന്റെ സ്റ്റഡീസൊക്കെ ഇപ്പോൾ പള്ളിക്കാരുടെ കെയർ ഓഫിലുള്ള സ്പോൺസർ അല്ലയോ നോക്കുന്നത്? ഈ പ്രശ്നം ഇത്രയൊക്കെ വഷളായ സ്ഥിതിക്ക് ഇനി അതും ക്യാൻസലാകാനാ സാധ്യത. അതുകൊണ്ട് കളരിക്കൽ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാ. അതിൽ നിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയാൽ ആ പ്രശ്നത്തിനും ഒരു പരിഹാരമാവും. പിന്നെ വേണേൽ നമ്മുടെ കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലിയും റെഡിയാക്കി തരാം. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം അതോടെ പരിഹാരമാവും. റയാൻ കാര്യങ്ങൾ വ്യക്തമാക്കിയതും ക്രിസ്റ്റിയുടെ മുഖത്ത് മുമ്പുണ്ടായിരുന്ന പിരിമുറുക്കത്തിന് ഒരു പരിധിവരെ അയവ് വന്നിരുന്നു. എങ്കിലും പെട്ടെന്ന് കേട്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ കഴിയാത്ത മട്ടിൽ അവൾ എല്ലാവരെയും മിഴിച്ചു നോക്കി. ഇപ്പോൾ എന്തു പറയുന്നു? ഞങ്ങളുടെ കൂടെ കളരിക്കലേക്ക് വരാൻ ഇനിയും ആലോചിക്കാനുണ്ടോ? പോൾ വീണ്ടും ചോദിച്ചു. അങ്കിൾ, പെട്ടെന്ന് അവർ പറഞ്ഞതൊക്കെ മനസ്സിലായെങ്കിലും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയാഞ്ഞിട്ടെന്ന പോലെ ക്രിസ്റ്റി വിമ്മിഷ്ടപ്പെട്ടു. മോളുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കുമെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് പറയുക, അവിടെ മോളെ വേദനിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല. ഇനിയും എതിര് പറയാൻ നിൽക്കാതെ മോള് ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. അവിടെ പെമ്പിള്ളേരെല്ലാം മോളെയും കാത്തിരിക്കുക. അവരെ നിരാശപ്പെടുത്തണോ മോളെ? ആകപ്പാടെ അങ്കലാപ്പിൽ നിൽക്കുകയായിരുന്ന ക്രിസ്റ്റിയുടെ കൈകൾ ചേർത്ത് പിടിച്ച് പ്രതീക്ഷയോടെയായിരുന്നു റൂബിയുടെ ചോദ്യം. അത്രമേൽ പ്രതീക്ഷയോടെ മുന്നിൽ നിൽക്കുന്ന അവരോടെന്ത് മറുപടി പറയുമെന്നറിയാതെ ക്രിസ്റ്റിയും ആകെ ധർമ്മസങ്കടത്തിൽ പെട്ടുപോയിരുന്നു. കാർ കളരിക്കൽ വീടിന്റെ ഗേറ്റ് കടക്കുന്നത് കണ്ടതും ക്രിസ്റ്റിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവൾ കൈകൾ പരസ്പരം കൊടുത്തു പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ പുറത്തേക്ക് നോക്കി.
ഇവരോട് എതിർത്തു പറയാൻ കഴിയാത്ത ബലഹീനത കൊണ്ട് മാത്രം സംഭവിച്ച ഈ വരവ് വേണ്ടിയിരുന്നില്ലെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായേക്കാവുന്ന എല്ലാ അനിശ്ചിതത്വത്തിനെല്ലാം കാരണമായവൻ്റെ വീടാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ വീട്ടിലേക്കൊരു പറിച്ചുനടിൽ തനിക്ക് വേണ്ടായിരുന്നോ എന്നവൾ തന്നോട് തന്നെ ചോദിച്ചു. ഇവിടെയുള്ളവരെല്ലാം അവന് സ്വന്തമായവരാണ്. ഒരുപക്ഷെ അവൻ്റെ രക്തഗുണം ഇവരിലും ഉണ്ടായിക്കൂടെ? ചിന്തകൾ കാട് കയറി തുടങ്ങിയപ്പോൾ ക്രിസ്റ്റിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൾ കണ്ണുകൾ മുറുക്കിയടച്ചു. ഇറങ്ങു മോളെ. അരികിലിരുന്നവളുടെ ഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന റൂബി അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് പോലെ പരസ്പരം കൊരുത്തു വച്ചിരുന്ന അവളുടെ കയ്യിൽ തൊട്ടുകൊണ്ട് പറഞ്ഞതും ക്രിസ്റ്റി ഞെട്ടി കണ്ണുകൾ തുറന്നു. ഇച്ചേച്ചി, ചേട്ടത്തി, അവർ വന്നു. സിറ്റൗട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചു പറയുന്നത് കേട്ട് ക്രിസ്റ്റിയും അവിടേക്ക് നോക്കി. അപ്പോഴേക്കും ആമിയും ജെസ്സിയും കൂടി പുറത്തേക്ക് വന്നിരുന്നു. കാറിനുള്ളിൽ ക്രിസ്റ്റിയെ കണ്ടതും ആമി പുഞ്ചിരിയോടെ കാറിനരികിലേക്ക് ഇറങ്ങി വന്നു. വാ. ഡോർ തുറന്നു പിടിച്ച് പുഞ്ചിരിയോടെ അവൾ വിളിച്ചതും ക്രിസ്റ്റി മടിയോടെ പുറത്തേക്കിറങ്ങി. കൊച്ചിനെ അകത്തോട്ട് കൂട്ടിക്കോ മക്കളെ. റോണയുടെ മുറിയുടെ അടുത്തേ മുറി കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാൾക്കും കൂട്ടാകുമല്ലോ. റൂബി പറഞ്ഞതും അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ റോണ വന്ന് ക്രിസ്റ്റിയുടെ കൈപിടിച്ച് അകത്തേക്ക് നടന്നു. അതോടെ ആമി ഓടി റയാൻ്റെ അരികിലേക്ക് ചെന്നു. എന്താണ് ആമി കൊച്ചിനൊരു ചിരിയൊക്കെ? അവളെ കാണുന്നത് വരെ അവൾ ഇങ്ങോട്ട് വരാൻ തയ്യാറാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഇച്ചയ. ആ, തയ്യാറാക്കിയില്ലേ പറ്റൂ. തൻ്റെ ഷർട്ടിൻ്റെ സ്ലീവ് ചുരുട്ടി വെച്ചുകൊണ്ട് റയാൻ ചിരിച്ചു. എന്തു പറഞ്ഞിട്ടാ ഇച്ചായ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിന്നെയും സംശയം തീരാതെയുള്ള അവളുടെ ചോദ്യം കേട്ട് റയാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അല്ല, ചുമ്മാതൊന്നും ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞാൽ വരുന്ന ടൈപ്പല്ല ക്രിസ്റ്റി. അതുകൊണ്ട് ചോദിച്ചതാ. അവളുടെ പറച്ചിൽ കേട്ട് റയാൻ ചിരിച്ചുകൊണ്ടവളെ ചേർത്ത് പിടിച്ചു. ആ, കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. അതൊക്കെ ഇച്ചായൻ കൊച്ചിന് വിശദമായിട്ട് പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ കൊച്ച് ചെന്നതിനെ ഒന്ന് സെറ്റിലാവാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ അവൾ എന്താ പറഞ്ഞാലും അതിനൊപ്പം നിന്നേക്കണം മൂന്ന്. അല്ലാതെ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നൊന്നും പറഞ്ഞേക്കരുത്. ബാക്കി രണ്ടെണ്ണത്തിനോടും കൂടി പറഞ്ഞേക്ക്. അപ്പോൾ മൂന്നാളും കൂടി നല്ല കനത്തിൽ തന്നെ പാവത്തിനെ പറ്റിച്ചിട്ടുണ്ട്. ആമി ചിരിയോടെ പറഞ്ഞതും റയാൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ടൊരു കള്ളച്ചിരി പാസ്സാക്കി. ഇവിടെ നിന്ന് തന്നെ വിസ്തരിക്കാതെ ആ കൊച്ചിൻ്റെ അടുത്തോട്ട് ചെല്ലടി കുരുപ്പേ. അല്ലേ മറ്റേ രണ്ടെണ്ണം കൂടി എല്ലാം തകർക്കും. പിന്നെ കാര്യം പിടികിട്ടിയിട്ട് ആ പെണ്ണെങ്ങാനും ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ ചായ. ഞാൻ ദാ പോവുക. അവൻ്റെ പറച്ചിൽ കേട്ട് മോന്ത ചുളുക്കിക്കൊണ്ട് ആമി വേഗം മുകളിലേക്ക് നടന്നു. തിടുക്കപ്പെട്ടുള്ള അവളുടെ ആ പോക്ക് കണ്ടതും റയാൻ്റെ നെഞ്ചൊന്നിടിച്ചു പോയിരുന്നു. കാരണം വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഒരു വിചാരവുമില്ലാത്ത മട്ടിലായിരുന്നു അവളുടെ നടപ്പ്. അതേ, ഇത്രയും സ്പീഡിൽ പോകണമെന്നില്ല. പതിയെ പോയാലും മതി. അവൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും കാര്യം മനസ്സിലാക്കാതെ ആമി തിരിഞ്ഞു നിന്ന് ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അല്ല, ആ വയറ്റിലെൻ്റെ കൊച്ചുണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. അവൻ്റെ പറച്ചിൽ കേട്ട് ചിരി വന്നെങ്കിലും ആമി അത് ഭാവിക്കാതെ മുഖത്ത് ഗൗരവമണിഞ്ഞു തന്നെ നിന്നു. എന്താടി കുരുട്ടെ നിന്ന് കണ്ണുരുട്ടുന്നേ? അതെ, എൻ്റെ വയറ്റിൽ കിടക്കുന്നതിന് സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇനി സൂക്ഷം പോരെന്ന് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനങ്ങ് തന്നേക്കാം. സ്വന്തമായിട്ട് സൂക്ഷിച്ചോ. ആ, അതിങ്ങ് കയ്യിലോട്ട് കിട്ടട്ടേടി. എന്നിട്ട് ഞാൻ നിന്നെ ശരിക്കൊന്ന് കാണുന്നുണ്ട്. ഓ, അല്ലെങ്കിൽ കാണാത്തത് പോലെയാ. അങ്ങേര് കാണാൻ വരുമ്പോൾ വയറ്റിൽ കിടക്കുന്നതിനെക്കുറിച്ച് ഭയങ്കര ചിന്തയാണല്ലോ. പുച്ഛം വാരി വിതർക്കൊണ്ട് തനിക്കിട്ട് കുത്തുമട്ടിലുള്ള അവളുടെ പറച്ചിൽ കേട്ട് റയാനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി നിന്ന് താടി തടവി. നോക്കുന്ന കണ്ടില്ലേ കൂർക്കൻ. കുറുക്കൻ നിന്റെ അപ്പം നന്ദൻ. ഇവിടെ അങ്ങനെ ആളുണ്ടേ ഇച്ചായ. ആമി അല്പം കളിയാക്കിയാലും ബാക്കി കാര്യമായിട്ട് പറഞ്ഞതും റയാൻ്റെ കണ്ണ് വീഞ്ഞു. ഇൻഡയറക്റ്റായിട്ട് തന്തയ്ക്ക് വിളിച്ചല്ലേടി. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും പ്രതീക്ഷിക്കാം. ആമി പുച്ഛിച്ചു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമടി കുരുപ്പ്. ഓ, നോക്കിയിരുന്നു. ചുണ്ടുകൂട്ടി കയറിപ്പോകുന്നവളെ നോക്കി നിൽക്കുമ്പോൾ റയാൻ്റെ ചുടികൾ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു.